ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ കണ്ടംപററി സിവിലൈസേഷൻസ് ആയിരുന്നു ഈജിപ്ഷ്യൻ സിവിലൈസേഷനും മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷനും. എന്നാൽ ഈ രണ്ട് സംസ്കാരങ്ങളിൽ നിന്നും ഈ ഹാരപ്പൻ സംസ്കാരത്തെ മാറ്റി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിൻ്റെ ടൗൺ പ്ലാനിംഗ് ആയിരുന്നു. നമുക്ക് ഹാരപ്പൻ ടൗണുകൾ എടുത്തു കഴിഞ്ഞാൽ പൊതുവായി ഒരു പ്ലാനിംഗ് കാണാൻ വേണ്ടി കഴിയും. അതായത് ടൗണുകളെ രണ്ടായിട്ട് തരംതിരിച്ചിരുന്നു. ഏകദേശം പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സിറ്റഡൽ എന്ന് പറയുന്ന ഉയർന്ന ഒരു പ്രദേശമുണ്ട്. അതേസമയത്ത് കിഴക്കൻ പ്രദേശങ്ങൾ പൊതുവെ താഴ്ന്ന ലോവർ ടൗൺ പ്രദേശങ്ങളായിരിക്കും. ഈ സിറ്റഡലിൽ പൊതുവായിട്ട് പുരോഹിതരും റൂളേഴ്സുമാണ് ജീവിച്ചിരുന്നത്. അതേസമയത്ത് ലോവർ ടൗണിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ജീവിച്ചിരുന്നു. ഈ സിറ്റഡലിനെയും അതേപോലെ തന്നെ ലോവർ ടൗണിനെയും വേർതിരിക്കുന്ന വലിയൊരു വോളും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി നമ്മൾ സിറ്റഡലിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ മെഗാ സ്ട്രക്ചേഴ്സ് കാണാൻ വേണ്ടി കഴിയും. മെഗാ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ മൊഹൻജദാരോയിൽ ഗ്രേറ്റ് ബാത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഗ്രേറ്റ് ഗ്രാനറി ഇങ്ങനെയുള്ള വലിയ വലിയ കെട്ടിടങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിൽ രണ്ട് എക്സെപ്ഷൻസും ഉണ്ട്. ധോലാവിര എന്ന ഗുജറാത്തിലെ ഒരു പട്ടണവും നമ്മുടെ പാകിസ്ഥാനിലെ സിന്ധു നദിയുടെ തീരത്തുള്ള ചൻഹുദാരോ എന്ന് പറയുന്നത് സിറ്റഡൽ ഇല്ലാത്ത ഒരു ഹാരപ്പൻ പട്ടണമാണ്. അവിടെ സിറ്റഡൽ എന്നോ ലോവർ ടൗണോ എന്നുള്ള വേർതിരിവ് നമുക്ക് കാണാൻ വേണ്ടി കഴിയത്തില്ല. അതേസമയത്ത് ധോലാവിരയിലാണെങ്കിൽ ഈ രണ്ട് ഭാഗങ്ങൾക്ക് പകരം 3 ഭാഗങ്ങളായിട്ട് പട്ടണങ്ങളെ തിരിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് ഇവിടെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകത, സിറ്റഡൽ എന്ന് പറയുന്നത് ഉയർന്ന പ്രദേശമാണല്ലോ. ഈ ഉയർത്തിക്കെട്ടിയിരിക്കുന്ന ഈ ഒരു പോഡിയം മഡ് ബ്രിക്സ് കൊണ്ടാണ് പൊക്കിക്കെട്ടിയിരിക്കുന്നത്. അതിന് മുകളിലാണ് ബേക്ക്ഡ് ബ്രിക്സ് വെച്ചിട്ട് വലിയ മെഗാ സ്ട്രക്ചേഴ്സ് പണിതിരിക്കുന്നത്. ഇതേപോലെ തന്നെ ലോവർ ടൗണിലും നമുക്ക് ഈ കെട്ടിടങ്ങളെല്ലാം ബേക്ക്ഡ് ബ്രിക്സിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഇവയ്ക്കെല്ലാം ഒരു ഏകീകൃതമായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. 1:2:4 എന്നതാണ് ഹാരപ്പയിൽ ഉപയോഗിച്ചിരിക്കുന്ന കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനുള്ള ബേക്ക്ഡ് ബ്രിക്സിന്റെ ഒരു അനുപാതം എന്ന് പറയുന്നത്. എന്നാൽ ഇതിലും ഒരു എക്സെപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. രാജസ്ഥാനിലെ കാലിബംഗനിലെ ബേക്ക്ഡ് ബ്രിക്സ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, മറിച്ച് മഡ് ബ്രിക്സ് ആണ്.